ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് 4 വിഭാഗം ആളുകൾ, എനിക്കാണ് ആദ്യം സ്വർഗം വേണ്ടത് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിക്കുമെന്ന് രേഖപ്പെടുത്തുകയാണ്. 4 വിഭാഗം ആളുകൾ എനിക്ക് ആദ്യം അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മത്സരിക്കുമെന്നാണ്. ആരൊക്കെയാണ് ആ 4 വിഭാഗം എന്നറിയോ? ആദ്യം സ്വർഗത്തിൽ കിടക്കണമെന്ന് പറഞ്ഞ് മത്സരിക്കുന്നവർ. ഒന്നാമത്തെ വിഭാഗം ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്ന ശുഹദാ, അവർ ശുഹദാക്കളാണ്. ബദർ പടപ്പാട്ടിന്റെ ആഴത്തിലൂടെ പതഞ്ഞു പന്തലിച്ചു പോലെ ശുഹദാക്കളുടെ ചരിത്രം അറിയുന്ന പ്രിയപ്പെട്ടവരെ, ഉഹുദിന്റെ മണൽപ്പരപ്പിലൂടെ നടന്നു പോകുമ്പോ, ഇന്നും മദീനയുടെ ഉഹുദിന്റെ താഴ്വാരപ്പ് ചെന്നിരിക്കുമ്പോ നെഞ്ചുപൊട്ടിപ്പോകുന്ന ഓർമ്മകൾ മനസ്സിന്റെ അകത്ത് ഓടിയെത്തുന്ന ശുഹദാക്കള്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ മാത്രമല്ല, ഉഹുദിൽ അടക്കിയിരിക്കുന്നതിന്റെ പ്രിയപ്പെട്ട വാവാട്ടപ്പങ്ങളെ. സുബ്ഹാനല്ലാഹ്. ഉംറയ്ക്ക് പോകുന്നവരോട് സങ്കടത്തോടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഖബറിടത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും സമാധാനത്തിൽ നിൽക്കാൻ നിങ്ങൾ കൊണ്ടുപോകുന്ന നിങ്ങളുടെ ഉംറ പാക്കേജിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നിങ്ങൾ സമയം കൊടുക്കണമെന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്താണ്. അമീറു മദീനയാണ്, മദീനയുടെ അമീർ. ഉഹദിൽ അങ്ങനെ കിടക്കുമ്പോ അവിടെ നിസ്സാരമായ സമയം, അതും ഒരു വെയിലത്ത് 10, 11, 12 മണി സമയത്ത് കൊണ്ട് ബസ്സിൽ നിന്ന് ഇറക്കിയിട്ട് വേഗം വേണം, പെട്ടെന്ന് വേണമെന്ന് പറയും. താത്തമാരെങ്ങനെ അടിച്ചോടിക്കും, താറാക്കൂട്ടം പോണ പോലെ കുറെ ഓടി അങ്ങോട്ട് പോകും. യാസീൻ പകുതിയായി, മുക്കാലായി, കാലായി ഒക്കെ ആയി, ഒരു ദുആയും ചെയ്ത് അവിടെ തിരിച്ചങ്ങനെ കയറ്റും. അതല്ല, സമാധാനം കൊടുക്ക്. കുറെ പണം മുടക്കി ആയുസിൽ ചിലപ്പോ ഒരു പ്രാവശ്യം കിട്ടുന്ന ഒരു ഭാഗ്യവും കൊണ്ട് ചുമന്നു വന്നവരല്ലേ, ഒരു അരമണിക്കൂർ അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെടുന്നെങ്കിൽ അങ്ങനെ നഷ്ടപ്പെട്ടോട്ടെ. അരമണിക്കൂർ സമാധാനത്തോടെ ഉഹദിൽ ഇരിക്കാൻ അവർക്ക് അവസരം കൊടുക്കും. ഞാനൊക്കെ പോകുന്ന സമയത്ത് രാത്രി കൊണ്ടുപോകലുണ്ട് പലരെ. എന്ത് സുന്ദരമാണ് രാത്രി. ഹംസത്തുറങ്ങുന്ന മണ്ണില് അഷ്റഫുൽ ഖൽഖിന്റെ പൊന്നില്, ഹംസത്തുറങ്ങുന്ന മണ്ണില് അഷ്റഫുൽ ഖൽഖിന്റെ പൊന്നില്, അല്പം ഉറങ്ങാതെ ഞാനുമേ അത്ഭുത ചരിതങ്ങളോർക്കുമേ. ഉഹദിൻ മുമ്പിൽ ചെല്ലണം, ഉരുകും ബൈത്തുകൾ ചൊല്ലണം, ഉയരേകി വീണോര പുന്നീണം, ഉലകീതിൽ ഇഷ്കിന്റെ തേക്കണം. മിസ്അബിനോർത്ത് വിങ്ങുമേ മിസ്കീനായി അലയും ഞാനെങ്ങുമേ. അല്ലാഹുവേ, മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്ന ഉഹദ്. സുബ്ഹാനല്ലാഹ്. ആ രംഗമൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവിടെ നിന്ന് ഇങ്ങനെ ഓടി, നമ്മൾ ഈ പണം മുടക്കി അവിടെ നിന്ന് ഓടി 2 മിനിറ്റ് കൊണ്ട് ഉഹദ് സിയാറത്ത് പൂർത്തിയാക്കി ആദ്യം ബസ്സിൽ കയറിയ ആളിന് ഈത്തപ്പഴ സമ്മാനം. നമ്മൾ എന്തിനാണ് ഈ പോകുന്നത്? 25 ഉംറ മക്കത്ത് ചെയ്തു, മദീനത്ത് പിന്നെ എന്തിനാ പോകുന്നത്? അവിടെ നിന്ന് തന്നെ നേരെ പോയാ പോരെ? പിന്നെന്തിനാണ് നമ്മൾ പോകുന്നത്? 1.5 ദിവസം, 2.5 ദിവസം, 2.25 ദിവസം, 3.25 ദിവസമൊക്കെ മദീനത്ത്. അത് മൊത്തം ഈത്തപ്പഴം വാങ്ങാനും പർച്ചേസ് ചെയ്യാനും. എന്റെ പ്രിയപ്പെട്ടവരെ, കാര്യം നമ്മൾ ആ ബോധത്തോടു കൂടി കണ്ടില്ലെങ്കിൽ നമ്മൾ ശരിക്കും പ്രയാസപ്പെടേണ്ടി വരും, ശരിക്കും സങ്കടപ്പെടേണ്ടി വരും. അതുകൊണ്ട് ആദ്യം സ്വർഗത്തിൽ കടക്കാൻ മത്സരിക്കുന്നവരിൽ ഒന്ന് ശുഹദാക്കളാണ്. ശുഹദാക്കൾക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ജാബിർ റളിയല്ലാഹു അൻഹുവിനെ പോലെ മുഴുപ്പട്ടിണിയായി കിടന്നിട്ട് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ വിളിയാളം ഹൃദയാന്തരത്തിൽ പതിച്ചപ്പോ എല്ലാം മറന്നുകൊണ്ട് ഉരുപ്പിടിച്ച വാളുമായി കടന്നു ചെന്ന പ്രിയപ്പെട്ട ശുഹദാക്കൾ ഹൻസല റളിയല്ലാഹു അൻഹുവിനെ പോലെ മണിയറയുടെ മാധുര്യത്തിൽ നിന്ന് ദൂരേക്ക് ഓടി വന്നിട്ട് ഈമാന്റെ മധുരം നേടിയെടുത്ത ഹൻസല റളിയല്ലാഹു അൻഹുവിനെ പോലെ എന്റെ പ്രിയപ്പെട്ട മുത്ത് റസൂലിനെ
കാവലായി കരുതലായി കരുത്തായി നിന്ന ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് ശുഹദാക്കളുടെ നേതാവായെന്നറിയോ എന്റെ ബാബാട്ടുകാരെ? എന്തുകൊണ്ട് ശുഹദാക്കളുടെ നേതാവായെന്നറിയോ? അതുപോലൊരു ശുഹദായിനെ, അതുപോലൊരു ഷഹീദിനെ ചരിത്രത്തിൽ കാണാൻ പറ്റൂല. അതുപോലൊരു ഷഹീദിനെ നമുക്ക് ചരിത്രത്തിൽ കിട്ടാൻ പറ്റൂല. ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പാട്ടിന്റെ മ്യൂസിക്കും ബാസും കൂട്ടിവെച്ചുകൊണ്ട് അതേ സ്റ്റേജുകളിൽ പാടിയിട്ട് തന്റെ മാരടം കുലുക്കിയിട്ട് കാണുന്നവരെ കൊണ്ട് കൈയടിപ്പിച്ചു കുലുക്കുമ്പോ വല്ലാതെ തലകുനിച്ചിരുന്നു പോയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. അത് കുലുക്കാനുള്ള പാട്ടല്ല, അത് ആടാനുള്ള പാട്ടല്ല, അത് ആവേശത്തിന്റെ പാട്ടല്ല. അതെന്റെ മുത്തായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബിന്റെ അകത്ത് കനൽ കോരിയിട്ട് ഉഹുദിന്റെ രാവിനെ വല്ലാതെ സങ്കടത്തിലാക്കിയ ഉഹുദിന്റെ ആകാശം രക്തത്തിന്റെ ഗണത്തിന്റെ നിറം കൊണ്ട് ചുമന്നു പോയ ആ ദിവസത്തിന്റെ പാട്ടാണ് മക്കളെ. ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരു ഷഹീദ് ലോക ചരിത്രത്തിലുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തോടുന്ന സിരകളിലൂടെയുള്ള രക്തത്തെ പിറ്റിച്ചീന്തിയിട്ട് വഹശ് പുറപ്പെടുക്കുമ്പോ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പാണ് എന്റെ ഹംസ റളിയല്ലാഹുവിന്റെ കരളിനെ പുറത്തെടുത്തത്. എന്റെ വാവാട്ടുകാരെ, വഫാത്തായതിനു ശേഷമല്ല, ഷഹീദായതിനു ശേഷമല്ല, വെട്ടേറ്റുകൊണ്ട് ചാട്ടുളിയുടെ അഗ്രമുറകൾ കൊണ്ട് ശരീരത്തെ നിറച്ചിട്ട് രക്തം പൊട്ടി വിടുകയിട്ട് നിലമ്പൊത്തി വീണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ റൂഹ് പിരിയുന്നതിന് മുമ്പ് തന്നെയാണ് ആ കരൾ കുത്തി പുറപ്പെടുത്തത്. റൂഹ് പിരിയുന്നതിന് മുമ്പ് തന്നെയാണ് ശരീരത്തെ കഷ്ണമാക്കുന്നതും. ആ റൂഹ് അങ്ങനെ പെട്ടെന്ന് പിരിയൂല മോനെ, ആ റൂഹ് അങ്ങനെ പെട്ടെന്ന് പിരിയൂല. ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെ ധൈര്യമുള്ള ആൺകുട്ടികളൊന്ന് അറേബ്യയിലുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അറേബ്യയിലെ ആൺകുട്ടിയാണെങ്കിൽ ആ ആൺകുട്ടി ഊരിപ്പിടിച്ച വാളുമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തലവെട്ടാൻ വന്നപ്പോ ഉമർ വന്നത് നല്ലതിനാണെങ്കിൽ ഉമറിന് കൊള്ളാം, ഇല്ലെങ്കിൽ ഉമറിന്റെ തല ഞാനെടുക്കുമെന്ന് ലോകത്തോട് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഹംസ. ആ ഹംസ റളിയല്ലാഹു തആല അൻഹു പിടന്ന് വീണ ഉഹുദുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവര്, നിങ്ങൾക്ക് തമാശക്കുള്ളതല്ല, രസിക്കാറുള്ളതല്ല, ഓടിപ്പോയി വരാനുള്ളതല്ല. കണ്ണീര് വീഴട്ടെ, ദിവസങ്ങൾ ചെലവഴിക്കട്ടെ, ഉറക്കങ്ങൾ ഒടിയട്ടെ, പൈത്തുകൾ ഉയരട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹം പകർന്ന ഉഹുദിന്റെ പർവ്വതത്തിനെ നോക്കിയിട്ട് പൊട്ടിക്കരയാൻ കഴിയട്ടെ. ആ ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ശുഹദാക്കള് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ആദ്യം പോകാൻ മത്സരിക്കുമെന്ന് വസാനി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ശുഹദാക്കള് ആദ്യം സ്വർഗ്ഗത്തിലേക്ക് പോകാൻ മത്സരിക്കുന്നവരിൽ ഒന്നാമരാണ്. 4 കൂട്ടരാണ് സ്വർഗത്തിൽ ആദ്യം പോകാൻ മത്സരിക്കുന്നത്. ഒന്ന് ശുഹദാക്കളാണ്. 2 മഖബൂലായ ഹജ്ജ് ചെയ്ത ആള്. മഖബൂലായ ഹജ്ജ് ചെയ്ത ആള് കിട്ടാൻ പ്രയാസാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കിട്ടാൻ പ്രയാസാണ്. ഹജ്ജ് എത്ര പെട്ടെന്ന് നമ്മളെന്ന് ബാത്തിലായി പോകുന്നറിയോ? നിസ്സാര സമയം മതി. പണ്ടൊക്കെ ഉസ്താദുമാര് പ്രസംഗിക്കുമ്പോ മറ്റേ ഉദാഹരണം പറയാറുണ്ട്. വീട്ടില് അതിഥികൾ വരുമ്പോ ഞാന് 2ാമത് ഹജ്ജിന് മുമ്പ് കൊണ്ടുവന്ന പാത്രത്തിൽ കൊണ്ടുപാടി ആയിഷ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാ. ഇന്ന് അതിനപ്പുറമുള്ള പല ഡയലോഗ് ഹാജിമാർക്കറിയാം, ഹജ്ജുമ്മമാർക്കും അറിയാം. മോശമല്ല, ഹജ്ജ് പെട്ടെന്ന് ബാത്തിലാവും, ഹജ്ജിന്റെ കൂലി പെട്ടെന്ന് നഷ്ടപ്പെടും. നമ്മുടെ ഒരു ചെറിയ വർത്താനം മതി, ചെറിയ വർത്താനം. ഞാൻ ഹജ്ജ് ചെയ്തു ഇന്നാൾ അറിഞ്ഞാൽ മതി. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഹാജിയാരെന്ന് ഇട്ടിരിക്കുന്ന പേര്. മൂസ ഹാജിയാര്, ഇബ്രാഹിം ഹാജിയാര്, സലീം ഹാജിയാര്. അത് തന്നെ ബാത്തിലിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. അതെന്തിനാണ് മുമ്പുള്ളവരെങ്ങനെ ആചാരം ഇട്ടതെന്നറിയോ? എന്തിനിട്ടെന്നറിയോ? ഒരു ഹാജിക്ക് കിട്ടുന്ന ഒരു ബഹുമാനം അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടിയാ. പക്ഷെ ഇന്ന് ഹാജിയാരെന്ന് തന്നെ അങ്ങനെ വിളിക്കുമ്പോ അയാള് ഹജ്ജ് ചെയ്ത ആളാണെന്ന് അറിയാണ്. അതുപോലും നിങ്ങൾ ഒഴിവാക്കണം. ഹജ്ജ് പോകുമ്പോ എല്ലാവരും അറിഞ്ഞോട്ടെ, ഒരുത്തൻ ചോദിക്ക്, സന്തോഷത്തോടെ യാത്ര പറയൊക്കെ ചെയ്തു. ഹജ്ജ് കഴിഞ്ഞു വന്നിട്ട് പിന്നെ
ഞാൻ അന്ന് ഹജ്ജിന് പോയി, 25 പോയപ്പോ ഇതൊന്നും ഇല്ലായിരുന്നു. ഈ ഹജ്ജിന് പോയാലും അവിടെ പോയിട്ട് ഇപ്പൊ 3ാമത്തെ പ്രാവശ്യം പോകുന്നവർ അവിടെ പോയിട്ട് പറയും കഴിഞ്ഞ വർഷം വന്നപ്പോ മാഷാ അല്ലാഹ് ഇങ്ങനല്ല. ഇപ്പൊ ഏത് വർഷം വന്നാലും ഓരോ വർഷം വരുമ്പോഴും കഅബ ഇങ്ങനെ അല്ലാത്ത എന്ന് പറഞ്ഞാൽ യവനും എന്റെ വാപ്പായും അവിടെ തന്നെ ഉറങ്ങുന്നതാണ് എന്റെ അർത്ഥം അല്ലേ? എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഈ വലിയ അമലിനെ ഇങ്ങനെ ഇല്ലാണ്ടാക്കി കളയുന്നത്? സങ്കടം വരും. എപ്പോ പോയാലും ആദ്യം പോകുന്ന പോലെ പോയാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ ഇവിടെ നേരത്തെ വന്നിട്ടില്ല എന്ന് ജനങ്ങൾ കരുതിയാൽ നിങ്ങൾക്ക് എന്താ നഷ്ടം? അള്ളാന്റെ മുമ്പിലാണോ വലുതാവാൻ പോകുന്നത്? എല്ലാം കളഞ്ഞ് മയ്യത്ത് തുണി കൊണ്ട് ശരീരം പൊതിഞ്ഞ് അള്ളാന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു അമലല്ലേ അത്? ബാത്തിലായി പോയ എല്ലാം നഷ്ടപ്പെടൂലേ? കണ്ടോ, സ്വർഗത്തിൽ ആദ്യമെത്താൻ മത്സരിക്കുന്നവരിൽ സ്വീകരിക്കപ്പെട്ട ഹാജി ഉണ്ടെങ്കിൽ അതിനത്ര ത്യാഗമുണ്ട്. നിങ്ങൾ ചെയ്ത പോലെ അത്ര സിമ്പിൾ ഹജ്ജ് അല്ലത്. അതിനത്ര ത്യാഗമുണ്ട്, അതിനത്ര കഷ്ടപ്പാടുണ്ട്. മൂന്നാമത്തേത് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, അഹ്ലുൽ ഇൽമിന്റെ ആളുകൾ, വിപ്ലവം, ഇൽമു കൊണ്ട് വിജ്ഞാന വിപ്ലവം തീർത്തവർ, നടന്നുപോകുന്ന മണ്ണിനടിയിൽ കിടക്കുന്ന ഔലിയാഇനെ വരെ തിരിച്ചറിയാൻ പവർ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ പോലുള്ളവർ ഇവിടെ ഒരു വലിയ കിടക്കുന്നുണ്ടെന്ന് ഒരാളിന് പറയണമെങ്കിൽ അവരുടെ വിജ്ഞാനത്തിന്റെ പ്രഭ എത്രയുണ്ട്. അവര് കാണുന്നത് നമുക്ക് കാണാൻ പറ്റൂല, നമ്മുടെ ജാഹിലീങ്ങളാണ്. അങ്ങനെ എത്ര ഖബറുകൾ ഇന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. വിജ്ഞാനത്തിന്റെ മഹാസാഗരമാണ്. ഞാൻ ഇന്ന് 4 മണിക്ക് മടവൂര് പോയി. എപ്പോ പോയാലും ഏത് സമയത്ത് പോയാലും ഏത് ദിവസം പോയാലും മടവൂര് ഒരു ഫ്രഷ് തന്നെയാണ്. അവിടെ ചെല്ലുമ്പോ ഉണ്ടാകുന്ന ഒരു കാറ്റ്, സിയാറത്തിന്റെ ഒരു കുളിര്, അവിടെ നിന്ന് കിട്ടുന്ന ഒരു അനുഭൂതി, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതിനപ്പുറം ഇനി അവിടുത്തെ കറാമത്ത് ആർക്ക് വിശദീകരിച്ചു കൊടുക്കണ്ട. ഒരു കറാമത്തും മടവൂരിന്റെ ഒരു കറാമത്തും പാട്ടിലും പ്രസംഗത്തിലും ഒന്നും വിശദീകരിക്കണ്ട. ഒരു കറാമത്ത് പറയാൻ എത്ര പാട്ടാണ്, കറാമത്ത് പറയാൻ എത്ര പ്രസംഗമാണ്. ഒരു വണ്ടി വിളിക്കുക, മടവൂര് പോയി സിയാറത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ മതി. ഈമാൻ ഉള്ളവന് അവിടുത്തെ കറാമത്ത് മനസ്സിലാവും. ഞാനതാ പഠിച്ചത്, ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഞാൻ മടവൂരിന്റെ ചരിത്രം പഠിച്ചിട്ടല്ല മടവൂരിന്റെ കറാമത്ത് തിരിച്ചറിഞ്ഞത്, മടവൂരിന്റെ കുടുംബ ചരിത്രം പഠിച്ചിട്ടല്ല. വലിയുല്ലാഹി സി എം മടവൂർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ കറാമത്ത് ഞാൻ തിരിച്ചറിഞ്ഞത് അങ്ങനെയല്ല. ഞാൻ അവിടെ സിയാറത്ത് ചെയ്തു. പൊട്ടച്ചിറ അൻവരിയെ പഠിക്കുമ്പോ സിയാറത്തിന് പോയി പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. പിന്നീട് എനിക്ക് മഖാമിനകത്ത് കയറി സിയാറത്ത് ചെയ്ത് അവിടുത്തെ സ്റ്റേജിൽ അവിടുത്തെ കാൽപാദത്തെ നോക്കി പ്രസംഗിക്കാനുള്ള അവസരം അവിടെ നിന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഒരു മുത്തഅല്ലിമിന്റെ കണ്ണീരിന് കൊടുത്ത വാല്യൂ ആണ് അത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു സ്വീകരണമാണ്. ഇന്ന് റൂഹി ഫിദ എന്ന ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന പ്രവാചക അനുരാഗ സദസ്സിന്റെ നാദാപുരത്ത് നടക്കുന്ന പരിപാടി സെപ്റ്റംബർ 12-ന് നിങ്ങളൊക്കെ വാഹനങ്ങളിൽ വരണം. കൊടുവള്ളി, താമരശ്ശേരി, വാവാട് എന്നൊക്കെ ബസ് ഉണ്ടാവും. ഐത്തമി ഉസ്താദിനെ കോൺടാക്ട് ചെയ്താൽ ഉസ്താദ് ആസാദും മറ്റുള്ളവർക്കൊക്കെ അതിന്റെ നമ്പർ കൊടുത്ത് നിങ്ങളൊക്കെ കൊണ്ടുവന്നോളൂ കേട്ടോ. സഹോദരിമാരൊക്കെ അതിന് തയ്യാറാവണം. സെപ്റ്റംബർ 12 റബീഉൽ അവ്വലിന്റെ ഏറ്റവും ലാസ്റ്റ് നാദാപുരത്ത് വെച്ച് 4 മണി മുതൽ രാത്രി 11 മണി വരെ മദ്ഹ് മാത്രം പറയുന്ന, മുത്തുനബിയെ മാത്രം പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സദസ്സുണ്ട്. ആ സദസ്സിൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉണ്ടാവണം. അതിന്റെ ഒരു പോസ്റ്റർ പ്രകാശനം ചെയ്യാൻ ഇന്ന് പാണക്കാട് തങ്ങളുടെ കയ്യിലേക്ക് അത് കൊടുക്കുമ്പോ മടവൂരിന്റെ കാൽപാദത്തിന്റെ ചോട്ടിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോ അവിടെ നിന്ന് നമുക്ക് തന്ന സ്വീകരണം, മദ്ഹിന്റെ മക്കളല്ലേ വന്നതെന്ന് പറഞ്ഞിട്ട് തന്ന സ്വീകരണം, അത് ഉള്ളുകൊണ്ട് വാരിപ്പുണരുന്നത് പോലെ വല്ലാഹി അനുഭവിച്ച ഒരാളാണ് ഞാൻ. വാരിപ്പുണരുന്ന പോലെ അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഒരു കറാമത്തും പറയണ്ട, അവിടെ ചെന്നാ മതി. അത് അനുഭവിക്കാൻ കഴിയണം, അത് ആസ്വദിക്കാൻ കഴിയണം. അപ്പൊ സ്വർഗത്തിലെത്താൻ വേണ്ടി മത്സരിക്കുന്നവർ, അവർ വിജ്ഞാനത്തിന്റെ സാഗരമുള്ളവരാണ്. ഈ ഔലിയാക്കൾ, ചിലർ പറയാം ഔലിയാക്കൾക്ക് വിവരമില്ല, അവരെ ദർസിൽ പോയി പഠിച്ചിട്ടില്ല. വരവൂര് മുഹമ്മദ് കുട്ടി മസ്താൻ എന്ന കറാമത്തിന്റെ കനക നിലാവ്, അദ്ദേഹം ഒരു മദ്രസയിലും ദർസിലും പഠിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത്
ഏത് സമസ്തയുടെ പണ്ഡിതന്മാർ, ഏത് സമുന്നതരായ പണ്ഡിതന്മാർ വന്നാലും കിതാബിലെ ആഴത്തിലുള്ള ചോദ്യം ചോദിക്കാനും അവര് മറുപടി പറഞ്ഞില്ലെങ്കിൽ ആ മറുപടി പറയാനും പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞത് വലിയന്റെ പവറാണ്. വലിയന് ഓട്ടോമാറ്റിക്കലി ഇൽമു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കാൻ. അതുകൊണ്ട് അവര് ദർസിൽ പഠിച്ചില്ല, ഒരു ദർസിൽ പഠിച്ചതായിട്ട് അറിഞ്ഞില്ല, അവര് സനദ് വാങ്ങിയില്ല, അവർക്ക് ഡിഗ്രി ഇല്ല. ഒഴിവാക്കരുത്, വലിയ അപകടം ചെയ്യും അതൊക്കെ. നമ്മൾ സനദും അതിന്റെ മുഴക്കോലും കൊണ്ട് അളക്കാൻ ചെന്നാൽ, മീറ്ററും കൊണ്ട് ചെന്നാൽ നമ്മൾ വല്ലാതെ സങ്കടപ്പെടും. അതുകൊണ്ട് അത് പ്രയാസപ്പെടേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോ കൊളത്തൂര് നമ്മുടെ സലാം സാഹിബ്, അദ്ദേഹത്തിന്റെ മൂത്താപ്പ മരണപ്പെട്ടു. ഞാൻ അവിടെ ദുആ ചെയ്യാൻ വേണ്ടി ചെന്നു. ദുആ ചെയ്ത റൂമില്, ഹാളില് അലമാര നിറച്ച് കിതാബാണ്, മുഴുവനും കിതാബാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഈ കിതാബ് മുഴുവനും ഞാൻ നേതൃത്വം കൊടുക്കുന്ന കോളേജിലേക്ക് കൊണ്ടുപോകാം. അവിടെ ഇനി കിതാബ് നോക്കാൻ ആളില്ല, ആ കിതാബ് മുഴുവനും കൊണ്ടുപോകാം. നമ്മളെ ലൈബ്രറി ഉദ്ഘാടനം ചെയ്യാൻ പോകണം റഹ്മാനിയയിൽ. അപ്പൊ പറഞ്ഞു, അത്തിപ്പറ്റ ഉസ്താദിന്റെ മോൻ ചോദിച്ചിരിക്കുകയാണ്, വാഹിദ് ഉസ്താദ്. ഞാൻ വാഹിദ് ഉസ്താദിനെ വിളിച്ചു പറഞ്ഞു, ഉസ്താദെ, അത്തിപ്പറ്റ ഉസ്താദിന്റെ ലൈബ്രറിക്ക് കിതാബിന് എന്തെങ്കിലും ദാരിദ്ര്യം ഉണ്ടോ? എവിടുന്ന് വേണോ കിതാബ് വരും, അജ്മാനിന്ന് വേണോ, കുവൈറ്റിന്ന് വേണോ, ഏത് സ്ഥലത്തു നിന്നും വരും. നൗഷാദ് വാക്കോടെ ലൈബ്രറിക്ക് എങ്ങനെ വരൂല, അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് കിതാബ് എനിക്ക് വേണം എന്ന് ഞാൻ പറഞ്ഞു. അള്ളാഹു തആല ആ ഉപ്പയുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. വാഹിദ് ഉസ്താദ് പറഞ്ഞു, ഞാൻ ദുബായിലാണ്, വാക്കവി വന്നതിന് ശേഷം നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. കിതാബ്, ഇൽമ്, സ്നേഹം ആലോചിച്ച് നോക്ക് നിങ്ങൾ. അതിനോടുള്ള ഒരു താല്പര്യം, കിതാബിനെ സ്നേഹിക്കുക, കിതാബിനെ ഇഷ്ടപ്പെടുക, ഇൽമിനെ ഇഷ്ടപ്പെടുക. അള്ളാന്റെ സ്വർഗത്തിൽ അഹ്ലുൽ ഇൽമ് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ മത്സരിക്കുമെന്നാണ്. 3 വിഭാഗമായി മറന്നു പോകരുത്. 4, 3 എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂടി തെറ്റിപ്പോരുത്. 4-മത്തേത് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇതിനൊക്കെ വേണ്ടി സമ്പത്ത് ചെലവഴിച്ചവർ, ഇൽമ് നടത്താൻ വേണ്ടി സമ്പത്ത് ചെലവഴിച്ചവർ സ്വർഗത്തിൽ പോകാൻ മത്സരിക്കുന്നവരാണ്. ഷഹീദാകാൻ വേണ്ടി സമ്പത്ത് ചെലവഴിച്ചവർ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, കൊണ്ടുവരൂ സ്വഹാബ, തബൂക്ക് യുദ്ധത്തിന് സാധന സാമഗ്രികളൊന്നുമില്ല, ഒട്ടകമില്ല, ഭക്ഷണമില്ല. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, 100 ഒട്ടകം ഞാൻ തരാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇനി ആരാ? വീണ്ടും കയ്യുയർത്തുകയാണ്, യാ റസൂലല്ലാഹ്, 100 കൂടി തരാം നബിയേ. ഇനി ആരാന്ന് മിമ്പറിൽ നിന്നുകൊണ്ട് ചോദിച്ചു തീരുന്നതിന് മുമ്പ് 3-മതും കൈ ഉയർത്തി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ, സ്വർഗ്ഗത്തിൽ കടക്കാൻ മത്സരിക്കുന്നു എന്ന് മാത്രമല്ല, സ്വർഗ്ഗത്തിലെ എന്റെ കൂട്ടുകാരനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനി ശുഹദാക്കൾക്ക് സാമ്പത്തികമായി സഹായിച്ചവർ, ജിഹാദിനെ സഹായിച്ചവർ, ഇൽമിനെ സഹായിച്ചവർ, ഹജ്ജിനെ സഹായിച്ചവർ. അവാർഡ് ഉസ്താദിന്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു സയ്യിദത്തായ ഉമ്മയെ കണ്ടു. മൊയ്ലാരെ, എന്നെ ഹജ്ജിന് കൊണ്ടുപോണേ, എന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു. 10 മിനിറ്റ് സംസാരിച്ചതിനിടയിൽ എത്ര പ്രാവശ്യം പറഞ്ഞു. അല്ലാഹുവേ, അവരുടെ മൗത്തിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി നിന്റെ പരിശുദ്ധ കഅബാലയവും നിന്റെ മുത്തിന്റെ കൊട്ടാരവും കണ്ണിറച്ച് കാണാനുള്ള അവസരം ഏതെങ്കിലും വഴിയിലൂടെ റബ്ബേ ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് നീ ഒരുക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഒരുക്കി കൊടുക്കണേ റബ്ബേ, നീ ഒരുക്കി കൊടുക്കണേ അല്ലാഹ്. അത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും, അത്ര കൊതിച്ചിട്ടുണ്ട്. എന്റെ ഉപ്പാപ്പ കിടക്കുന്ന സ്ഥലാണ് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ നെഞ്ചു വല്ലാതെ നേറിപ്പോയി. സയ്യിദത്തല്ലേ, അള്ളാഹു അവർക്ക് അതിനൊരു ഭാഗ്യം കൊടുക്കട്ടെ. അള്ളാഹ് കഴിവുള്ളവനാണല്ലോ. അള്ളാഹ്ക്കാണോ റിസൾട്ട് ഉണ്ടാക്കാൻ പ്രയാസം? പടച്ചവനൊരു വഴി അങ്ങോട്ട് ഒരുക്കിയാൽ അത് വേഗം നടക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടി പണം ചെലവഴിച്ചവർ ഇപ്പൊ ഇതിനൊക്കെ പണം ചെലവഴിച്ചില്ലേ? ഇതിനൊക്കെ പണം ചെലവഴിച്ച് ഈ ക്ലാസ് റൂം ഇങ്ങനെ ആവാൻ എത്ര പണം, എത്ര കല്ല്, കട്ട, സിമന്റ് എല്ലാം ഒരു മുതലാളി ചെയ്തതല്ലല്ലോ, ഇവിടുത്തെ പല ആളുകളും ചെയ്തതാണ്. ഇനി ഇവിടെ കുറെ സംവിധാനങ്ങൾ നടക്കാനുണ്ട്. നേരത്തെ 36 ലക്ഷം എന്നൊക്കെ പറഞ്ഞു. അത് നടത്തേണ്ടത് നമ്മൾ തന്നെയാണ്. കുറച്ച് കൊടുക്കാം, നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കാം, പറ്റിയില്ലെങ്കിൽ വേണ്ട. നിങ്ങൾ ആരെയും പിഴിഞ്ഞ്, ബാബാട് ഉസ്താദിന് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഈ പിഴിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. നിങ്ങളെ സമ്പത്തിന് അതിനൊരു യോഗ്യത ഉണ്ടെങ്കിൽ ചെയ്യാം.
സലീമായ ഖൽബുള്ളവർക്കാണ് അല്ലാഹുവിന്റെ ആഖിറത്തിൽ വലിയ രക്ഷയുണ്ടാകുന്നത്, വലിയ സ്ഥാനമുണ്ടാകുന്നത്, വലിയ പദവി ഉണ്ടാകുന്നത്. ഖൽബ് സലീമാകണമെങ്കിൽ വിജ്ഞാനം ഇങ്ങനെ തേനരുകി പോലെ ഒഴുകിയെത്തണം. അങ്ങനെയാണ് മഹാന്മാരെല്ലാം ആ തരത്തിൽ രക്ഷപ്പെട്ടു പോയത്. ഇൽമിന്റെ അഹ്ലുകാർക്ക് സ്വതക്ക ചെയ്യാനൊരു മടി ഉണ്ടാവൂല. അറിവുള്ളവർക്ക്, ഈമാനുള്ളവർക്ക് സ്വതക്ക ചെയ്യാനും മടി ഉണ്ടാവൂല. വിഷയം വിശാലമാണ്. ഞാൻ അതിന്റെ അവസാന ഭാഗത്തേക്ക് പെട്ടെന്നൊന്ന് ഇടപെടിയിലൂടെ കടന്നു ചെല്ലുകയാണ്. ലാ യഖ്ലൂ മാലുൽ ബഖീൽ. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും സ്വതക്ക ചെയ്ത് ഒന്നാമനായി മാറിയ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ യഖ്ലൂ മാലുൽ ബഖീൽ മിൻ അഹദിസ് സബഈ. അതെ, ഏതെങ്കിലും ഒരു ഏഴിൽ ഒരു വഴികളിലൂടെ പിശുക്കന്റെ സമ്പത്ത് അല്ലാഹു നശിപ്പിക്കുന്നതാണ്. ഏഴിൽ ഒരു വഴിയിലൂടെ പിശുക്കന്റെ സമ്പത്ത് അല്ലാഹു നശിപ്പിക്കുന്ന ആരാ പറയുന്നേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. നിങ്ങൾ കൊടുക്കാതെ പിടിച്ചു വെച്ച സമ്പത്ത് നശിക്കുന്ന 7 മാർഗങ്ങളുണ്ട്. 7 മാർഗങ്ങളുണ്ട്. ഒന്ന് വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിനെ വഴിപ്പെടുന്ന മാർഗത്തിലല്ലാതെ ഏതെങ്കിലും ഒരു വഴിയിലൂടെ അവന്റെ പണം ചെലവഴിക്കാനുള്ള അവസരം പിശാചവന് കൊടുക്കും. ഒന്നുകിൽ ഗാനമേള നടക്കുന്ന സ്ഥലത്ത് സ്പോൺസർ ചെയ്യാൻ പറയും, പ്രസംഗത്തിന്റെ നോട്ടീസ് അടിക്കാൻ വേണ്ടി പുറകെ നടക്കും. പാവാട് ഉസ്താദിന്റെ മോൻ ഐത്തമി വിളിച്ചു പറയും, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു പറയും, ഒരു പള്ളിയിൽ നാള് വരും, ഒരു 2000 നോട്ടീസ് അടിക്കണം. അല്ലോ ഭയങ്കര ടൈറ്റ് ആണ് ഉസ്താദെ, 6 പിശുക്കനാണ് ആള്. എന്നാൽ കുറച്ചു ദിവസം കഴിയുമ്പോ ഡിൻഷനിൽ നടക്കുന്ന ഗാനമേള സ്പോൺസർ ആ കടയുടെ പേര് കാണാം. ഇത് അള്ള കൊടുക്കുന്ന ശിക്ഷയാണ്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിന്റെ ഒരു പ്രചരണം, ഇതിന്റെ ഒരു പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ കിട്ടുന്ന കൂലി വലുതാണ്. അപ്പൊ ആരാധനയിലല്ലാതെ അല്ലാഹുവിനെ അനുസരിക്കുന്നതിലല്ലാതെ ചെലവഴിക്കാനുള്ള ഒരു മാർഗം പിശാചുവിന് തുറന്നു കൊടുക്കും. അതാണ് ഒന്നാമത്തെ വഴി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ഏതെങ്കിലും വഴിയിൽ കള്ളുകുടിയോ പെണ്ണുപിടിയോ വിചാരം ഏതെങ്കിലും തരത്തിലൂടെ ആ സമ്പത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കും. ഇന്നലിൽ മാലി ലദറാറതൻ കലറാറത്തിൽ ഖംർ. കള്ളിന് ലഹരിയുള്ളതുപോലെ പണത്തിനൊരു ലഹരിയുണ്ടെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ആ പണസമ്പാദ്യത്തിന്റെ വഴി നിങ്ങൾ ആലോചിക്കണം. അത് ചിലവഴിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. രണ്ടാമത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, സല്ലല്ലാഹു അലൈഹി ജായിറാ. ഒരക്രമിയായ മനുഷ്യനെ ആ പണം നശിപ്പിക്കാനുള്ള ഏൽപ്പിക്കുകയാണ്. ഒരക്രമി കള്ളൻ കൊണ്ടുപോകും, മോഷ്ടാവ് കൊണ്ടുപോകും. താത്ത പറയും, ഒരു പ്രസംഗം കേട്ടാലും കൊടുക്കാത്ത മാലയായിരുന്നു റബ്ബേ, കൊടുവള്ളി ജംഗ്ഷനിൽ വെച്ച് ആരോ വഴി ചോദിച്ച് പൊട്ടിച്ചുകൊണ്ടുപോയി. ഏതെങ്കിലും അക്രമി കൊണ്ടുപോകും. അത് ഈ ഒരു മാലയുടെ ഉപമയല്ല ഞാൻ പറഞ്ഞത്, എല്ലാം അങ്ങനെ തന്നെ. ഏതെങ്കിലും ഇപ്പോ അക്രമി എന്ന് പറഞ്ഞാൽ അതിനെ ഒരു വഴി നമ്മൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. ഏതെങ്കിലും ഒരു വഴിയിലൂടെ അത് നശിച്ചു പോകും. മൂന്നാമത്തത് സമ്പത്ത് നശിപ്പിക്കുന്ന ഒരു വികാരം അവനുണ്ടാവും. സമ്പത്ത് നശിപ്പിക്കുന്ന വികാരം. ഇവിടെ നിന്ന് അമേരിക്ക പോയി ഫുട്ബോൾ കണ്ടാലോ അതൊരു വികാരം. അങ്ങനെ ആലോചിക്കുക, എത്ര ലക്ഷ്യവും നോ പ്രോബ്ലം, പൈസക്ക് പ്രശ്നമില്ല, അത് നശിപ്പിക്കണം. കള്ളുകുടിക്കണം, അതൊരു വികാരമാണ്. എത്ര കോടികളാ കുടിച്ച് അല്ലെ? ആ ഓണം വരുന്നുണ്ട്, ആഘോഷങ്ങൾ വരുന്നുണ്ട്, പത്രത്തിൽ കാണാം ഏത് ജില്ലയാണ് മുന്നിട്ട് നിൽക്കുന്നതൊക്കെ, കണക്കും കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അത് നശിപ്പിക്കാണ്. അവന്റെ ബ്രെയിൻ നശിപ്പിക്കുന്നു, കുടുംബം നശിപ്പിക്കുന്നു, ജീവിതം നശിപ്പിക്കുന്നു, അവന്റെ സമ്പത്ത് മുഴുവനും നശിക്കുന്നു. എത്ര ബിസിനസ് നടത്താം, എത്ര സംരംഭങ്ങൾ ഉണ്ടാക്കാം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, ഒക്കെ നശിപ്പിക്കും. അപ്പൊ ഇനി അതുപോലെ മറ്റു വികാരങ്ങൾ, വ്യഭിചാരം, ഹറാമായ വ്യഭിചാരം. ഇന്ന് മുക്കിന് വ്യഭിചാരക്കടകളാണ്. വ്യഭിചാരക്കടകൾ ഒരു 10-30 കൊല്ലത്തിന് മുമ്പ് അതിനെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് പറ്റൂല. ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്. ഇന്ന് വ്യഭിചാരക്കടകളാണ്. ആവശ്യമുള്ളവർ, ആണിനും പെണ്ണിനും ഒക്കെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നു നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ. പണ്ട് കേരളത്തിന് ഇന്ത്യക്ക് പുറത്തായിരുന്നു, പിന്നെ കേരളത്തിന് പുറത്തായിരുന്നു, ഇപ്പൊ കേരളത്തിനകത്തായിരുന്നു. മലപ്പുറം ജില്ലയിലില്ല, കോഴിക്കോട് ജില്ലയിൽ എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ ആ ജില്ലകളിൽ കൂടുതലായി. രാത്രിയും പകലും ഒക്കെ വ്യഭിചാര കച്ചവടങ്ങൾ. അപ്പൊ ഇതൊരു രസം പിടിച്ച് അതിനുവേണ്ടി പണം അങ്ങനെ അതിനുവേണ്ടി ചിലവഴിക്കുന്നു. ഇതുമല്ലെങ്കിൽ എങ്ങനെയാ നശിക്കുന്നത്? കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവുക.
ചില മുതലാളിമാരങ്ങനെയാണ്, കുറെ ബിൽഡിങ്ങുകൾ കിട്ടിയിടും. അങ്ങോട്ട് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ ഉസ്താദെ ഇതെന്റെ ബിൽഡിംഗ്, കുറച്ചങ്ങോട്ട് പോകുമ്പോ ഉസ്താദെ ഇത് മാഷാ അല്ലാഹ് എന്റെ ബിൽഡിംഗ് ആണ്, വാടകയ്ക്ക് കൊടുക്കാനിട്ടിരിക്കുകയാണ്. ഇത് തന്നെ പണം ഉണ്ടാക്കാൻ ബിൽഡിംഗ് കിട്ടാം, ധാരാളം ബിൽഡിങ്ങുകൾ കിട്ടാം, കല്ല് കട്ട സിമന്റ് ഇങ്ങനെ ഇറക്കി ലക്ഷക്കണക്കിന് രൂപയാണ്. ഇപ്പൊ എല്ലാത്തിനും ഡബിൾ വിലയാണ്. അതൊക്കെ ഇറക്കിയിട്ട് ഇങ്ങനെ ബിൽഡിംഗ് കെട്ടിയിട, 10 നില 15 നില 20 നില 50 നില മൊത്തം കെട്ടി. ഇതാ പറയുന്നത് ആരാന്നറിയോ? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. ആവശ്യത്തിനുള്ള ചെലവഴിക്കലിനെ കുറിച്ചെല്ലാം പറയാം. ഒരു നന്മയ്ക്കും ചെലവഴിക്കാത്ത പിശുക്കിന് പിശാച് കൊടുക്കുന്ന പണിയാണ് ഈ പറയുന്നത്. أو تصيبه نقبة من نقبات الدنيا من حرك أو غرق أو سرق. അല്ലെങ്കിൽ അവനൊരു ശിക്ഷ കിട്ടും. ഒന്നെങ്കിൽ അത് വെള്ളത്തിൽ മുങ്ങിപ്പോകും, വെള്ളപ്പൊക്കം വന്ന് കുറെ ഒഴുകിപ്പോകും. അതല്ലെങ്കിൽ ഇടിയും മിന്നലും വന്ന് കത്തിപ്പോകും. മിസൈൽ പോലെ, യുദ്ധം പോലെ എത്ര സ്ഥാപനങ്ങൾ, എത്ര സംരംഭങ്ങൾ നശിച്ചുപോയി. അല്ലാഹുവിന്റെ ദീനീ സംരംഭത്തിന് കൊടുക്കാത്ത എത്രയോ പേർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലെങ്കിൽ അവൻ മരിച്ചു പോകും, അവൻ മരിച്ചു പോകും. സമ്പത്ത് അങ്ങനെ തന്നെ കിടക്കും. കുറെ ഉണ്ടാക്കി വെച്ചു മരിച്ചുപോയി, കുറെ ഉണ്ടാക്കി വെച്ചു മരിച്ചുപോയി. അല്ലേ? കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ MD-യെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കി. എത്ര ദിവസം ചാനലുകൾ ചർച്ച ചെയ്തു? എത്ര ദിവസം? 2 ദിവസം ചെയ്തോ? ഞാൻ ഓർക്കുന്നില്ല. ആദ്യത്തെ ഒരു ദിവസം തന്നെ പകുതി നേരം ഉണ്ടായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോ ചാനലുകാർക്ക് വലിയ ആവേശമായിരുന്നു. കാരണം അദ്ദേഹത്തെ പറഞ്ഞാൽ പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യും, കോടിക്കണക്കിന് രൂപയുണ്ടല്ലോ. മരിച്ചിട്ട് ഇനിയിപ്പോ എന്ത് പറയാനാ? അതുകൊണ്ട് ചാനലുകാർ പറഞ്ഞു അദ്ദേഹം മരിച്ചു, അത്ര തന്നെ. ചർച്ചയില്ല, യോഗമില്ല, ഒന്നുമില്ല. കോടികൾ കോടികൾ നമ്മുടെ മൊത്തം വസ്തു വിറ്റാലും അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഒരു ടയർ വാങ്ങാൻ പറ്റൂല. ആ തരത്തിൽ കോടീശ്വരൻ. ആര് ചർച്ച ചെയ്തു? എല്ലാ സമ്പത്തും അങ്ങനെ തന്നെ. കുറെ അങ്ങനെ കിടക്കുന്നു, കുറെ അദ്ദേഹം തന്നെ ചെലവാക്കി, കുറെ പോയി. ഇതാണ് അവസ്ഥ. ഇത്ര തന്നെ ഉള്ളൂ. 4 വയസ്സുള്ള മോള് ഈ മരണപ്പെട്ട സഹോദരൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചു, റബ്ബേ അല്ലാഹുവേ, ആ സഹോദരന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? വാപ്പ ഇനി വരുമോ എന്ന് ഉമ്മയോട് ഇടക്കിടക്ക് മോള് ചോദിക്കൂലേ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചു. പെൺമക്കളുള്ള വാപ്പമാര് ചിന്തിക്കും. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരന് ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ഉറങ്ങാൻ കിടന്ന മോനാണ്, പിന്നെ എഴുന്നേറ്റില്ല. അങ്ങനെ തന്നെയാണ് മരണമൊക്കെ. അങ്ങനെ തന്നെ. പണ്ടത്തെ പോലെ കുറെ ദിവസം കിടക്കലൊന്നുമില്ല. കട തുറക്കാൻ വന്നു, കുഴഞ്ഞു വീണു മരിച്ചു. ഭക്ഷണം കഴിക്കാനിരുന്നു, കുഴഞ്ഞു വീണു മരിച്ചു. പത്രം വായിച്ചുകൊണ്ടിരുന്നു, അങ്ങനെ തന്നെ മരിച്ചു. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ തന്നെ മരിച്ചു. അതൊക്കെ തന്നെയാണ് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് നല്ല മരണം തരണേ അല്ലാ. ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ വിജ്ഞാനം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് വന്ന് റബ്ബേ, ഹൈറായ മാർഗത്തിൽ സ്വതക്ക ചെയ്യാനുള്ള സന്മനസ്സ് നൽകണേ അല്ലാ.